ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കൊന്നൊരു ഈസി റെസിപ്പി നോക്കിയാലോ. ഈ റെസിപ്പി ഞാൻ ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഹോസ്റ്റലേഴ്സിനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കുക്ക് ചെയ്യും. അത്രമാത്രം അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു മഷ്റൂം കറി ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല ഗൈസ് എങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് അത് കിട്ടിയെന്നുള്ളത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് റെസിപ്പി എന്തായാലും ഷെയർ ചെയ്ത് തരാം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു പാൻ എടുക്കുക. ഞങ്ങളുടെ പാനാണ്, നിങ്ങൾ പേടിക്കല്ലോ കേട്ടോ. ഏകദേശം 1.5 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന പാനിൻ്റെ അവസ്ഥയാണ് ഇത്. ഹോസ്റ്റലേഴ്സ് അല്ലേടോ, കുറച്ചൊക്കെ കഷ്ടപ്പെടും. അപ്പോൾ പാൻ എടുക്കുക. ആവശ്യമില്ല, നിങ്ങൾ ഏതാണോ ഓയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ അപ്പോൾ ആ ഓയിൽ ഉപയോഗിച്ച് കടുക് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. പിന്നെ ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പെരുംജീരകം കേട്ടോ. കാരണം അതിനാണ് ഭയങ്കര ഒരു ടേസ്റ്റ്. അതുകൊണ്ട് പെരുംജീരകം ഇടുക, ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ. പെരുംജീരകം ഇടുക. അത് കഴിഞ്ഞാൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടുക. അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തോട്ടെ. ആ ഇഞ്ചിയുടെ മണമൊക്കെ ഒന്ന് പോകുന്ന വരെ സോട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആസ് യൂഷ്വൽ സവാള ഇടുക. സവാള ഇടുന്ന സമയത്ത് കുറച്ച് സോൾട്ട് ഇടുക കേട്ടോ. സോൾട്ടിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ സോൾട്ടൊക്കെ ഇട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഓണിയൻ വന്നിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടൊമാറ്റോ ഇടുക. പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സർവ്വ എല്ലാ പൊടിയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയാണ്. അവനാണ് നമ്മുടെ താരം. അവനാണ് നമ്മുടെ ഈ കറി ഇത്ര അടിപൊളിയാക്കിയത്. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലോട്ട് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കുക. മഷ്റൂം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം കറി റെഡി. പിന്നെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ മഷ്റൂം കറിയും ചോറും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഫിഷ് റൈസ്, എഗ് റൈസ്, ടൊമാറ്റോ റൈസ്, ഇങ്ങനെ വേറെ അങ്ങനെ അവരുടെ വെറൈറ്റി റൈസും കഴിച്ച് ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഈ അച്ചുമുറുക്ക് കൊണ്ടുവരുന്നത് കേട്ടോ ഗൈസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇത്ര ചെറിയൊരു അച്ചുമുറുക്ക് കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.